അപ്പോൾ നമ്മൾ നമ്മളെ നാട്ടിലെ സുഹൃത്തുക്കളൊക്കെ ആയിട്ട് ഒരു ഇഫ്താറിന് വന്നതാണ് കേട്ടോ. നമ്മളവിടെ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. നല്ല അടിപൊളി ആംബിയൻസ് ആണ്. അപ്പോൾ നമുക്ക് ഓരോരുത്തരായിട്ട് പരിചയപ്പെടാം ഗായ്സ്. ഇത് ഹനാൻ ഷാ ഒഫീഷ്യൽ വീഡിയോഗ്രാഫർ, റെൻഷാദ് പള്ളിയാളി. ഇതാണ് യേസ്. ഇവിടെ മീനുണ്ട് ഗായ്സ്. അയ്യ അല്ല ഇടക്കിടക്ക് മിഥുൻ്റെ കൂടെ എനിക്കൊരു ചാൻസ് ഉണ്ടെങ്കിൽ മിഥുൻ. അപ്പൊ ഗായ്സ് നമ്മുടെ മിഥുണ്ട്. മിഥു രണ്ടു വാക്ക് സംസാരിക്കേ. നോമ്പ് പറ്റണ ചെയ്. അത് നോമ്പ് പറ്റണ വെച്ചാ നോമ്പ് എത്ര നോമ്പ് പറ്റേ? എത്ര നോമ്പ് നോറ്റിയില്ല. നോമ്പ് തന്നെ നോറ്റിയില്ല. നോമ്പ് ഇന്നും നോമ്പ് പറ്റില്ല. ഇന്ന് നോമ്പ് നോക്കാൻ പൂതി വേണ്ടല്ല, നോക്കാൻ നേരം കിട്ടില്ല. നോൽക്കാൻ നേരം കിട്ടിയില്ലാന്ന് ഇത്താ വാർത്താണോ? സൽമാൻ ഒഫീഷ്യൽ വീഡിയോഗ്രാഫർ. ഗായ്സ് ഗായ്സ് ലല്ലൂസ് അജ്നാസ് എന്നെ നോമ്പ് പറ്റണോ കാര്യത്തിലേ? ഇവിടെ സ്വിമ്മിംഗ് പൂൾ ഉണ്ട്. നോമ്പ് ഇറന്നാല് ഇതിൽ വെള്ളം നിറക്കും, പിന്നെ ചാടാം, ഫുള്ള് ചാട്ടം. സാർ ആദ്യമായിട്ട് നോമ്പ് പറ്റ ക്ഷീണത്തില്ല. ഇതാ ഉണ്ടാക്കണേ. അപ്പൊ നമ്മള് ഇവിടുത്തെ ഈ വൈബുള്ള സ്ഥലം ഹോം ടൂറിന് ചെയ്യാൻ പോവാണ്. ഓക്കെ, ഇതാണ് നമ്മളൊരു ഫസ്റ്റ് ലുക്ക്. ഇതെന്തിണ്ടാ ഇവിടെ ക്വയറ്റ് പ്ലീസ് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ടോ? ഇവിടെയൊന്നുമില്ല. ഇവിടെ തത്വമസി. നമ്മൾ വീടിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പോവാണ്. സാലിം ആ ഉണ്ട്. എങ്ങനെയുണ്ട്? അതല്ല നോമ്പിന്റെ പോട്ടെ, പണി കണ്ട് സീന. നമ്മളെ കുവൈത്ത് ഇന്റർനാഷണൽ കുവൈത്തല്ലേ? ഒമാനല്ലേ? ഖത്തർ ഇന്റർനാഷണൽ. ബാബ മുഹമ്മദ് അങ്ങനെ കൊടുത്തിരുന്നു. ചിലപ്പോൾ ആടണോ ആട് ആട് ആടാട്. പിന്നെ ഇതിന്റെ ഉള്ളിലെ വൈബ് ഇങ്ങനെ കേട്ടോ. ഉള്ളിലെ വാ സൽമാൻ രണ്ട് പാട്ടടിയാ. ഗായ്സ് ഏതാനും നിമിഷങ്ങൾക്കൊക്കെ ബാങ്ക് കൊടുക്കും. അപ്പം ചെക്കന്മാരൊക്കെ ഉണ്ട്. ഇതാരാ അപ്പൊ ഏതാനും നിമിഷങ്ങളൊക്കെ ബാങ്ക് കൊടുക്കും. നമ്മളെ ടീംസൊക്കെ ഇരിക്കുന്നുണ്ട്. കൈ കഴിക്കുക. ഗായ്സ് എല്ലാവരും മേശക്ക് ചുറ്റും ഇരുന്നു. പോയിക്കോ, നമുക്ക് വീഡിയോ എടുക്കാനേ. ഗായ്സ് ബാങ്ക് കൊടുത്തു. അപ്പം നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പൊ ഇന്നത്തെ കോംബോയിൽ എന്തൊക്കെ ഉണ്ടെന്ന് പറയാൻ മറന്നു. 2 ഐറ്റം ജ്യൂസ് ഉണ്ട്, പിന്നെ ബിരിയാണി ഉണ്ട്, പിന്നെ പാൽക്കപ്പ് ഉണ്ട്, പിന്നെ അതേപോലെ ഇവനെ ഏൽപ്പിച്ചേ ചക്കോ സാധനം പോയാല അടിക്കരം. പിന്നെ ഇതില് കക്കരി ഉണ്ടായിരുന്നു, അതുപോലെ പത്തക്ക ഉണ്ട്, മുന്തിരി 2 ഐറ്റം മുന്തിരി, പിന്നെ കട്ട്ലേറ്റ് ഉണ്ടായിന്, കാരക്ക ഉണ്ടായിന്, ഒരു റോൾ ഉണ്ടായിന്. നിങ്ങളൊക്കെ അല്ലേ ഇത് വിജയിപ്പിക്കണ്ടേ? ഇതിൽ നിങ്ങൾ ആരും കാണാത്ത വേറെ സാധനം ഞാൻ ഒളിപ്പിച്ച് വെച്ചു ഈ വ്ളോഗില്. അത് കാണാൻ എല്ലാവരും കാണാം. അപ്പം നമ്മള് പിന്നെ ഇവിടെ പോവാണ്, പള്ളിയിൽ പോവാണ്. പള്ളിയിൽ പോയി വന്നിട്ട് അടിച്ചു മിന്നു. ഗായ്സ് അത് പറയില്ലേ, നല്ല അടിപൊളി ഭക്ഷണം. ഇതേ ഭക്ഷണം കണ്ടേ, കുഴപ്പക്കണ
എത്ര തെറ്റിയോ കെട്ടില്ല. ബണ്ട് ഇതിരിയേ അതിലെ ചോറട്ടെ കുറച്ച് കൊഞ്ചം മതി നിക്കട്ടെ. അപ്പോ യുദ്ധം കഴിഞ്ഞു. യുദ്ധം കഴിഞ്ഞാൽ കൈയൊക്കെ വേണേ എണീക്കുക. കാരണം കല്യാണം വെച്ചാൽ ആരംഭിക്കും. കൂട്ടത്തിൽ കല്യാണം വെച്ചാൽ കാണാമല്ലോ. ലാലും കഥാ കാട്ടുന്നേ ആസിലേ ആ പറയ് ഇതെന്താ ഇവിടെ കാലിക്കുപ്പി പറയാറിയോ? പറയ് എങ്ങനെ 400 മുതലാക്കണ്ടേ? അരിക്കുട്ടൻ ഓ പറയില്ല. അപ്പൊ നമ്മള് ഭക്ഷണം ഇഫ്താറ് കഴിഞ്ഞു, ഭക്ഷണം കഴിച്ചു. നല്ല വിഭവസമൃദ്ധമായിട്ടുള്ള ഭക്ഷണമായിരുന്നു. നല്ല പിന്നെ ബീഫ് ബിരിയാണി, പാൽക്കപ്പ, പിന്നെ നല്ല മീൻ മുളകിട്ടത് കറി, പിന്നെ 2 ഐറ്റം ജ്യൂസ് കാര്യങ്ങളൊക്കെ ആയിട്ട് അടിച്ചു പൊളിച്ചു. ഞങ്ങളുടെ അപ്പോൾ നമ്മുടെ നാട്ടിലെ സുഹൃത്തുക്കളായിട്ട് നമ്മളെ ക്ലബിൻ്റെ ചങ്ങായിമാരായിട്ടാണ് വന്നത്. നല്ലൊരു ആംബിയൻസ്. നമ്മൾ നമ്മളെ ഫ്രണ്ട്സൊക്കെ ഊഞ്ഞാൽ ആടുന്നുണ്ട് കേട്ടോ. എല്ലാവരും അരിക്കുട്ടനൊക്കെ 2 കിലോ ബീഫ് എന്നാ കിടക്കുന്നത്. അരിക്കുട്ടൻ വെച്ചിട്ടാ ബാക്കി കുപ്പി നിറച്ച് കൊണ്ടുപോകാൻ നമ്മളെ ഇതിനോടനുബന്ധിച്ച് ഇതിന്റെ പിറകിലായിട്ട് ഒരു പൂളുണ്ട് കേട്ടോ. പക്ഷെ ഇപ്പൊ അവിടെ വെള്ളമില്ല. ബാബ മുഹമ്മദ് കുറേ നമ്മളെ റമദാൻ പ്രമാണിച്ച് നമ്മുടെ പ്രവാസിയായിട്ടുള്ള ബാബ നാട്ടിലെത്തിച്ചത് കൂടുന്നു. ഇത് ഇല്ലല്ലോ ഇടിച്ച് അതെങ്ങനെ വിടല്ലേ? എങ്ങോട്ട് സെറ്റപ്പ് എങ്ങോട്ട് പറഞ്ഞ റേസിനെ പിടിച്ച് പോയി തരൂ. വ്ളോഗ് എടുത്ത് നടന്നാ മതിയോ? നമ്മളിവിടുത്തെ നമ്മൾ വന്ന സ്ഥലത്തിന്റെ ഒരു രാത്രി കാഴ്ചയായിട്ട് കാണാം. അയ്യോ നല്ല അടിപൊളി ഒരു സ്ഥലം. ഇവിടെ കുറച്ച് സ്ഥലമേ ഉള്ളൂ, പക്ഷേ ഉള്ളത് നല്ല അടിപൊളിയായിട്ട് അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇവിടെ നിറയെ ചെടികളും. ഇതൊരു വാതിലിൻ്റെ പൊളിയാണ് കേട്ടോ. ഇതിലൂടെ ഒരു ഊഞ്ഞാല് രീതിയിലൊക്കെ അറേഞ്ച് ചെയ്തതാണ്. നിറയെ ചെടികളും മറ്റു കാര്യങ്ങളൊക്കെ. ഇവിടെ ചെറിയൊരു പിന്നെ ഒരു അക്വേറിയം മോഡല് സാധനമുണ്ട്. ചേർന്നൊന്നും ഇരിക്കുന്നിടത്തൊന്നുമില്ല. എന്ത് പോവാടാ? നല്ലൊരു പൂവ്. ഇവിടെ വന്ന ആളുകൾ, വിദേശികളടക്കമുള്ള ആളുകൾ ഇവിടെ റിവ്യൂ ചെയ്ത് പോയതുണ്ട് കേട്ടോ. ഇവിടെ ഒരുപാട് പുസ്തകങ്ങൾ, ഇവിടെ പണ്ട് കാലത്ത് നമ്മുടെ വീട്ടിലുള്ള വലിയപ്പന്മാരൊക്കെ ഉപയോഗിച്ചിരുന്ന അത്തരത്തിലുള്ള ചെയറ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിൽ വിവിധ ഭാഷകളിലുള്ള ജപ്പാനീസ് ഭാഷയിലടക്കമുള്ള പിന്നെ പുസ്തകങ്ങൾ ഇവിടെ കാണാൻ സാധിച്ചു. പിന്നെ ഇതെന്താടാ പോത്താ? കാളക്കോമ്പ്. പിന്നെ ഇവിടെ ഇത്തരത്തിൽ മയിൽപ്പീലുകൾ, പുസ്തകങ്ങൾ, നല്ല ചിത്രങ്ങൾ, അടിപൊളി ഒരു ചെയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെയും ഒരുപാട് കാര്യങ്ങളൊക്കെ വെക്കാനുള്ള ഒരു ഷോക്കേസിൽ വെക്കാനുള്ള സംഭവങ്ങളും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ അതുപോലെ ഒരു ബുള്ളറ്റ് ഉണ്ട്. ശബ്ദം കേൾക്കൂല, ഫാൻ ഇട്ടാൽ, അതുകൊണ്ടാണ് ഫാൻ ഓഫ് ആക്കിയത്. നല്ല ഒരുപാട് സംഭവങ്ങൾ. ഇത് വർക്കിംഗ് ആട്ടോ, അതൊക്കെ വർക്കിംഗ് ആണ്. ബുള്ളറ്റ് വർക്കിംഗ് ആണോ അറിയില്ല. അതുപോലെ
പാടങ്ങോട്ട്. അതുപോലെ തന്നെ ഇവിടെ മറ്റൊരു റൂം ഇവിടെ അതുപോലെ തന്നെ അറേഞ്ച് ചെയ്തിട്ട് ഇവിടെ ഒരു ബെഡും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇവിടെ ചെറിയ ഷെൽഫും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ബോട്ടിലുകളൊക്കെ കണ്ടില്ലേ മനോഹരമായിട്ട്. ഇതൊരു പാട്ടിടാ ഇത് വെച്ച് പാടാൻ പറ്റിയേ. അപ്പോൾ നമ്മളിവിടുന്ന് ഏതാനും നിമിഷങ്ങളൊക്കെ ഇറങ്ങും. നമ്മൾ ഇവിടെ നിന്ന് യാത്ര പറയാണ്. ഇവിടുന്ന് ഇഷാങ്ക് കൊടുത്തു നമ്മൾ ഇവിടുന്ന് ഇറങ്ങുകയാണ്. ഇവിടെ കൂടുതൽ സമയം നിൽക്കാൻ പറ്റില്ല. അപ്പോൾ പോവാണ് കേട്ടോ. അപ്പം നമ്മൾ അവിടുന്ന് ഇറങ്ങി നമ്മൾ നേരെ എവിടെ എത്തി? ഇവിടെ എത്തി ഈ ഇളമരം പാലത്തുമ്മലെത്തി. ഇവിടെ പ്രകൃതിയായിട്ട് കച്ചവടങ്ങൾ നടന്നുകൊണ്ടിരിക്കും. തറാവി കോയിക്കോന്നൊക്കെ പറയണ്ടായി.